ഗായ്സ് എല്ലാവർക്കും വെൽക്കം ടു അനഘ സ്റ്റഡി വേൾഡ്. ഈ ഒരു ചാനലിൽ ഇപ്പോൾ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് ഇട്ടിട്ടുണ്ട്, തേർഡ് പാർട്ടാണ്. എല്ലാവരും കാണുക. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരൂടെ പറയാനുണ്ട്. അമേയ, ശ്രേയ, കീർത്തന, വൈഗ, കൃപ, മെർലിൻ. ഇത്രയും പേരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മളിതാ ഈ ഒരു ബ്ലൂ ലൈൻ വരെയാണ് എടുത്തത്. അപ്പോൾ അടുത്ത ബ്ലൂ ലൈൻ വരെയുള്ള ഭാഗമാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കി വെക്കാം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. In the manufacturing industry, the raw materials are processed using machines to make highly valuable products for marketing in local and distant markets. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളിൽ നമ്മുടെ റോ മെറ്റീരിയൽസിലെ അസംസ്കൃത വസ്തുക്കൾ അതിനെ മെഷീൻസിൻ്റെ സഹായത്തോടെ പ്രോസസ്സ് ചെയ്തിട്ട് വളരെ ഹൈ മൂല്യമുള്ള വസ്തുക്കളാക്കി നമ്മുടെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നതിനാണ് നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അവരത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്ത് സെല്ല് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ സൈഡ് ബോക്സ്. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക ഒന്നും ഇല്ല അതിനകത്ത്. ഇത് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. We have discussed how minerals are useful for humans. മനുഷ്യർക്ക് ഈ മിനറൽസ് എത്രമാത്രം ഉപയോഗപ്രദമാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നമ്മുടെ പാർട്ട് 2 വീഡിയോയ്ക്കകത്തൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ദീസ് മിനറൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കൺട്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ഈ ഒരു മിനറൽസ് നമ്മുടെ ഇന്ത്യൻ്റെ പല സ്റ്റേറ്റുകൾ, പല സംസ്ഥാനങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ത്യയുടെ ഈ ഒരു കൺട്രിയുടെ പ്രൊഡക്ഷനും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നത്. മിനറൽസ് വിച്ച് ആർ എക്സ്ട്രാക്റ്റഡ് ത്രൂ ഡിഫറെൻറ്റ് റിഫൈനിങ് പ്രോസസ്സർ ആർ ദ മെയിൻ റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിനുള്ള പ്രധാന അസംസ്കൃത വസ്തുക്കൾ എങ്ങനെ കിട്ടുന്നതാണ്? മിനറൽസിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ട് പല റിഫൈനിങ് പ്രോസസ്സിലൂടെ വേർതിരിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു റോ മെറ്റീരിയൽസാണ് ഇൻഡസ്ട്രീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഈ ഒരു റോ മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോ. താഴെ തന്നിരിക്കുന്നവയായിട്ട് ഇതിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഒരു പിക്ചർ ആയിരിക്കും അത്, നോക്കിക്കേ. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒറ്റ ഒരു ശാഖയെ തന്നെ പല പല ബ്രാഞ്ചസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെയാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അഗ്രോ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ അഗ്രികൾച്ചർ, നേച്ചർ എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഷുഗർ ഇൻഡസ്ട്രി, നമ്മുടെ പഞ്ചസാര, ഇപ്പോൾ കരിമ്പ്, ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് അതിൻ്റെ എക്സാമ്പിളാണ് അയണും സ്റ്റീൽ ഇൻഡസ്ട്രിയും ഒക്കെ വരുന്നത്. ഇരുമ്പും പിന്നെ സ്റ്റീലും, അയണും സ്റ്റീലും. കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പെട്രോളിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ഇൻഡസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അടുത്തത് ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി, അതിനകത്ത് പേപ്പർ ഇൻഡസ്ട്രി. ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് തടി കിട്ടുന്നു, ആ തടി കൊണ്ട് പേപ്പർ ഉണ്ടാക്കുന്നു ബാംബുവിൽ നിന്നിട്ട്. ആ ഒരു കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി.
അടുത്തതാണ് ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി. അവരുടെ ഇപ്പോൾ ഷീപ്പിൻ്റെ തന്നെ വൂൾ എടുത്തിട്ട് ക്ലോത്ത് ഉണ്ടാക്കും, അങ്ങനെ ലെതർ ഇൻഡസ്ട്രിയാണ് അത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി, ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി. 5 എണ്ണം ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ പഠിച്ചൊന്ന് പോവുക, ആ പേരൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഓർത്ത് വെക്കുക. Given below is a map of major manufacturing industries distributed across states. പല സംസ്ഥാനങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പറയുന്ന ഒരു മാപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇന്ത്യ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇതാ കൊടുത്തിട്ടുണ്ടേ. നല്ലൊരു പിക്ചറാണ്. നമ്മൾ അന്ന് ഒരെണ്ണം നോക്കിയില്ലേ, ആ ഒരു പിക്ചറിനകത്ത് എന്തൊക്കെയായിരുന്നു, അതിനകത്ത് ഇതുപോലെ ഇൻഡെക്സിനകത്ത് സർക്കിൾ വന്നിട്ട് അതിനകത്തൊരു ഇത് വരുന്നത്, സർക്കിൾ കോള് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. സോറി, ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്, സോറി, ഒന്നും കാര്യമാക്കണ്ട. ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, അതിനൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഇതായിരിക്കും കൊടുക്കുക. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഹെക്സഗൺ, പെൻറ്റഗൺ, അതെന്തോ അല്ലേ. ഇനി പെട്രോ കെമിക്കൽ, പെട്രോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ പെട്രോളിയം, അതൊക്കെ തന്നെയാണ് കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രി അത്. പിന്നെ സിൽക്ക് ഇൻഡസ്ട്രി, നമ്മുടെ ലെതർ ഇൻഡസ്ട്രി പോലത്തെ, അതെന്തായിരുന്നു, ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി. കോട്ടൺ ഇൻഡസ്ട്രി, അത് അഗ്രോ ബേസ്ഡ് ആണ്. എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പലയിടത്തും പലതുണ്ട്. ഇപ്പോൾ തമിഴ്നാട് നമ്മൾ എടുക്കുകയെന്ന് വെച്ചു, തമിഴ്നാട്ടിൽ ഇതിൽ ഏതൊക്കെയുണ്ട്, മഞ്ഞ കളർ കുറേ കാണുന്നുണ്ട്. കോട്ടൺ ഇൻഡസ്ട്രി ഉണ്ട്, സിൽക്ക് ഇൻഡസ്ട്രി ഉണ്ടെന്നറിയാം, പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസും ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഉണ്ട്, അല്ലാതെ വേറൊന്നും കൊടുത്തിട്ടില്ല. ഇനി അടുത്ത കർണാടക ആ പോർഷനിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കോട്ടൺ കാണാം, സിൽക്ക് കാണാം, പിന്നെ ഇലക്ട്രോണിക് കാണാം. അതൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഓരോയിടത്തും ഓരോന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്, വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇപ്പം കോട്ടൺ ഇൻഡസ്ട്രി എവിടെയൊക്കെയുണ്ട് നമുക്കറിയാം. കോട്ടൺ ഇൻഡസ്ട്രി നമ്മൾ എവിടെ കണ്ടു, തമിഴ്നാട് കണ്ടു, കർണാടക കണ്ടു, പിന്നെന്താ മഹാരാഷ്ട്ര കണ്ടു, ആന്ധ്ര കണ്ടു, മധ്യപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അതൊക്കെ എഴുതാം നിങ്ങൾ. ഹിമാചൽ, പഞ്ചാബ് വന്നു, ഹിമാചലല്ല, പഞ്ചാബ്, ന്യൂഡൽഹി, ആ ഒരു പോർഷൻ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പെട്രോ കെമിക്കൽ ഏതാ, മറ്റേ ബ്ലാക്ക് കളർ, അത് എല്ലായിടത്തും ഉണ്ടെന്ന്. കേരള എഴുതാം, തമിഴ്നാട് എഴുതാം, കർണാടക, ഗോവ, തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, ഒഡീഷ, എല്ലാം എഴുതാം. ഗുജറാത്ത്, ന്യൂഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ, നാഗാലാൻഡ്, ആസം, എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. അത് നമുക്ക് എഴുതാൻ പറ്റും. ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. സിൽക്ക് ഇൻഡസ്ട്രി, ആ റെഡ് കളറുള്ളത്, അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഒരു സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഹെവി ഇൻഡസ്ട്രി. Iron and steel industries are also called heavy industries due to the large amount of raw materials used and the size and weight of the products from them. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതിനെ നമ്മൾ ഹെവി ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കും. കാരണം എന്തുകൊണ്ടാണ്, അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ലാർജ് എമൗണ്ട്, വളരെ വലിയ എമൗണ്ട് കാരണമാണ്. അതുപോലെ അതിൻ്റെ സൈസ്, വെയ്റ്റ്, ഇതൊക്കെ ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീനെ ഹെവി ഇൻഡസ്ട്രി എന്നൂടെ വിളിക്കും. കാര്യം ചോദിച്ചാൽ അതിൻ്റെ ലാർജ് എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ്, സൈസ്, വെയ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്ര ഇവിടെ പറയുന്നുള്ളൂ.
ഈ സൈഡ് ബോക്സസ് മിക്കതും നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ടൈപ്പാണ്. ഇങ്ങനെ വരുന്നതിൽ ചില വേർഡ്സൊക്കെ ചിലപ്പോൾ അറിയാതെ വരും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരും. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. Among the mineral-based industries with which we are familiar, the iron and steel industry is the foundation of industrial development. The iron and steel industry is called basic industry as it provides the raw materials and products required for other industries. Iron and steel industry is also known as heavy industry. India is one of the largest producer of iron and steel in the world. അതായത് നമ്മൾ പല മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ പറ്റി പഠിച്ചു. നമുക്കിപ്പോൾ അറിയാം പേര്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയലായിട്ടുള്ള പുരോഗതിയുടെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം എന്ന് പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് അല്ലേ. ഇപ്പം നമുക്കൊരു വീട് വേണം. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ബേസ്മെൻറ്റ് വേണം. ആ ബേസാണ് എന്തെന്ന് പറയുന്നത്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് ഡെവലപ്മെൻറ്റിൻ്റെ. ഓക്കെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ ബേസിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ പല പേരുകളുണ്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിക്ക്. ഏതൊക്കെയാണെന്നറിയാവോ? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് പല പേരുകളുണ്ട്. ഒന്നാമത്തെയാണ് ബേസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പേര്. പിന്നെ നമ്മൾ പറഞ്ഞു ഹെവി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നുണ്ട്. അത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഹെവി ഇൻഡസ്ട്രി. കാര്യം അതിനകത്തെ മിനറൽസിൻ്റെ ലാർജ് എമൗണ്ടും സൈസും വെയ്റ്റും ഒക്കെ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ ബേസിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളും പിന്നെ അതിനകത്തെ പ്രൊഡക്ട്സ്, കിട്ടുന്ന വസ്തുക്കളും മറ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് യൂസ് ആവും. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ഓൾസോ നോൺ ആസ് ഹെവി ഇൻഡസ്ട്രി. ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ ഹെവി ഇൻഡസ്ട്രി എന്നും കൂടെ വിളിക്കാറുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസർ ആരാണ്, അല്ലെങ്കിൽ ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇന്ത്യ തന്നെയാണ് ഏറ്റവും വലിയ അയൺ ആൻഡ് സ്റ്റീലിൻ്റെ ഇത്. അതുകൊണ്ടാണ് ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ആ വൺ വേർഡെങ്കിലും, ഇപ്പം നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെന്ന് വെച്ചോ എക്സാമിന്, ആ വൺ വേർഡ്സ് ഹൈലൈറ്റ് ചെയ്യുന്നില്ലേ, അത് മാത്രം പഠിച്ചിട്ട് പോയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് 2 മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെ എല്ലാ പോർഷനിൽ നിന്നും ആ വൺ വേർഡ് പഠിച്ചാൽ മതി. അത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നെ നിർമ്മിക്കാനായിട്ട് പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് 1 മാർക്ക് വെച്ച് സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് പോലും കിട്ടാത്ത കുട്ടികൾ കാണാം, അവർക്ക് വരെ ജയിക്കാനുള്ള മാർക്ക് കിട്ടും ഈ വൺ വേർഡ്സ് പഠിച്ചിട്ട് പോയാൽ. ഈ സോഷ്യൽ എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കുകയാണ് അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ എത്ര പോർഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ കഴിയത്തില്ല മക്കളെ. മൊത്തം തലയിൽ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ പറ്റുന്നത്ര ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ സെൻറ്റൻസ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ്, അത് പഠിച്ചിട്ട് പോവുക. ബാക്കി നിങ്ങൾക്ക് തന്നെ ഒരു ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇന്ത്യയിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇത്രയും പഠിപ്പിച്ച ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ന് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഈ ഒരു പോർഷൻ വരെയാണെന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടം വരെ ഒരു ഇതുവരെ എടുക്കുന്നുള്ളൂ. 97th പേജ് വരെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. Availability of natural and human resources plays a decisive role in the growth of the industrial sector in India. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ച ഘടകമാണ് അല്ലെങ്കിൽ കാര്യമാണ് നാച്ചുറലും ഹ്യൂമൻ റിസോഴ്സസിൻ്റെയും ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ പഠിച്ചില്ലേ, മനുഷ്യൻ്റെ
വിഭവങ്ങൾ, മനുഷ്യനെ തന്നെ ഒരു വിഭവമായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള റിസോഴ്സസ്, ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി. ഓക്കെ, the extent of industrial growth of each country is determined on the basis of iron and steel consumption. അയൺ ആൻഡ് സ്റ്റീൽ കൺസംഷൻ്റെ അയൺ ആൻഡ് സ്റ്റീലിൻ്റെ കൺസപ്ഷൻ, അത് ഉപഭോക്താക്കൾ എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ വെച്ചിട്ടായിരിക്കും ഓരോ ഇൻഡസ്ട്രിയുടെയും, ഓരോ കൺട്രിയിലും ഈ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ച എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി പാടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇത്രയും ഓർക്കുക, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, അതിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആ രാജ്യത്തെ ആൾക്കാർ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. The iron and steel industry supports the other industries and service sectors and increase the country's income. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി മറ്റ് ഇൻഡസ്ട്രികളെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട സർവീസ്, സേവനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഇതിലൂടെ നമ്മുടെ കൺട്രി, രാജ്യത്തിൻ്റെ ഇൻകം, വരുമാനം കൂട്ടുകയും ചെയ്യുന്നു. In addition, by creating employment opportunities, the standard of living of the people is also raised. അതിനോടൊപ്പം തന്നെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, തൊഴിൽ അവസരങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നിലവാരം അതും കൂടുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കൂടുന്നുണ്ട്. In this way, the iron and steel industry plays an important role in the growth of Indian economy. നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തികത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടെയാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഇത്രയും കാര്യം സെറ്റല്ലേ? ഇത്രയും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ സൈഡിലൊരു ബോക്സ് ഉണ്ട്, അത് പറഞ്ഞിട്ട് ഈ ഒരു 2 കാര്യം പറയാം. 5-year plan. A 5-year plan is a system designed by the government to achieve set goals for the economic and social progress of country within 5-year period. ഒരു 5 വർഷത്തിൻ്റെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പറ്റുന്നത്രയും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പുരോഗതി വരുത്തണം. അത് നേടിയെടുക്കാൻ വേണ്ടി ഇവർ ഗവൺമെൻറ് ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈഡ് ബോക്സ് ഒക്കെ വളരെ സ്പീഡിലാണ് പോകുന്നത്. നിങ്ങളൊന്നും വിചാരിക്കൽ വലിയൊരു ചാപ്റ്ററാണ്, ഇത് തീരണ്ടേ. ഇപ്പോൾ തന്നെ 3rd പാർട്ടാണ്. 3rd പാർട്ടിലും ചാപ്റ്റർ തീർന്നിട്ടില്ല. സാധാരണ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 3ാമത്തെ പാർട്ടിലൊക്കെ ചിലപ്പം ചാപ്റ്റർ അങ്ങ് തീരും, അത്രയും പഠിപ്പിക്കുന്നത് കൊണ്ട്. ഞാൻ പക്ഷെ കുറച്ച് എടുക്കുന്നതുകൊണ്ടാണ് തീരാത്തത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു സാധാരണത്തെക്കാട്ടിലും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുത്തൊക്കെ കണ്ടാൽ മതി. Since ancient times, Indians have been well versed in metallurgy. അതായത് മെറ്റൽസിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മെറ്റൽസിനെ കുറിച്ചുള്ള പഠനങ്ങളിലും മെറ്റൽസിനെ പറ്റിയുള്ള ഉപയോഗത്തിൻ്റെ കാര്യം, അങ്ങനെ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ഇതിനെ പറ്റിയിട്ട് ഇന്ത്യ പഴയ കാലം മുതൽ തന്നെ ഭയങ്കര ചിന്തിച്ച് ഭയങ്കരമായിട്ട് അറിവുള്ളവരായിരുന്നു. ദ ബിഗിനിങ് ഓഫ് മോഡേൺ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. നമ്മളിപ്പോൾ കാണുന്ന ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ആദ്യ തുടക്കം, പഴയ കാലത്ത് ആദ്യ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അല്ലെങ്കിൽ TISCO വന്നതോടുകൂടെയാണ്. എന്താണെന്ന് മനസ്സിലായോ? രത്തൻ ടാറ്റ സാറിൻ്റെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വന്നതോടുകൂടിയാണ് 1907 ആദ്യമായിട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് TISCO. അത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണം, TISCO, ടിസ്കോ അങ്ങനെ പഠിക്കല്ലോ, ഒരു ട്രിക്കായില്ലേ. വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ സാക്ഷി ജംഷേദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കൊണ്ടുവന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി came into existence in West Bengal 1919 and Mysore Iron and Steel Vishveshwaraya Iron and Steel Company in Karnataka in 1923. അതിന് പുറകെ തന്നെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് IISCO അത് വന്നു. ഓക്കെ, അതെവിടെയാണ് വന്നത്? വെസ്റ്റ് ബംഗാളിൽ
1919 വന്നത്. അതുപോലെ തന്നെ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത് അതിന് വേറൊരു പേര് കൂടെ ഉണ്ട്. മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിക്ക് വേറൊരു പേര് കൂടെ ഉണ്ട്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. അത് കർണാടകയിൽ വന്നു 1923. ഓക്കെ, അതിനിപ്പം നമുക്ക് ടിസ്കോ പിസ്കോ എന്നൊന്നും പറയാനുള്ള പേരില്ല. വേണേ ഇങ്ങനെ പറയാം, MISCO എന്ന് പറയാം. MISCO, മിസ്കോ. ആ എം വരുമ്പോൾ മൈസൂർ ഓർത്തോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്ന ആ ഒരു പോർഷനൂടെ കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എടുക്കാനിരിക്കുന്ന പോർഷൻ കഴിഞ്ഞു. നോക്കാം. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഗ്രോ റാപ്പിഡ്ലി. സ്വാതന്ത്ര്യത്തിന് ശേഷം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇന്ത്യയിലെ വളരെയധികം വളർച്ച നേടി. അതും റാപ്പിഡ്ലി, കാട്ടുതീയൊക്കെ പടർന്നു പിടിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ അത് വളർന്നു. ഡ്യൂറിങ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഈ 5 ഇയർ പ്ലാൻ തുടങ്ങിയിട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ സമയത്ത് 3 ഇൻ്റഗ്രേറ്റഡ് അയൺ ആൻഡ് സ്റ്റീൽ പ്രൊജക്ട്സ് വെർ സ്റ്റാർട്ടഡ്. 3 അയൺ ആൻഡ് സ്റ്റീൽ പ്രൊജക്റ്റ് എവിടെയൊക്കെ തുടങ്ങി? ബിലായി, റൗർക്കേല ആൻഡ് ദുർഗാപൂർ. എവിടൊക്കെയാണ്? ബിലായി, റൗർക്കേല, പിന്നെ ദുർഗാപൂർ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ റെസ്പെക്റ്റീവ്ലി. ഏതാ? ബിലായി സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ, റൗർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ, പിന്നെ ദുർഗാപൂർ എവിടത്തെയാണ്? ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി വരാൻ തുടങ്ങി. ലേറ്റർ ദ മാനേജ്മെൻറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദീസ് വർ ടേക്കൺ ഓവർ ദ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. പിന്നെ പിൻകാലത്ത് ആ ഒരു മാനേജ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഒക്കെ ആരെടുത്തു? ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷനായിട്ടുള്ള, ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ആയിട്ടുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SAIL. അത് എന്ത് ചെയ്തു? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നതിൻ്റെ കയ്യിലായി. അപ്പോൾ എ മാപ്പ് ഓഫ് മേജർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഗീവൺ. ലുക്ക് അറ്റ് ദ മാപ്പ്. പിന്നെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലുള്ളതിനെ പറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാ പല സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബല്ലേരി, സേലം, വിശാഖപട്ടണം, ചന്ദ്രപൂർ, ബിലായി, റൈഗർ, ബൊക്കാറോ, ജംഷേദ്പൂർ, റൗർക്കേല, പാരാദ്വീപ്, കെന്ദുഛർഗഹ്, ദുർഗാപൂർ, അങ്ങനെയൊക്കെ. അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സിൻ്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടില്ല. അതും ഇതുപോലെ ഫില്ല് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം ഇവിടെ നിന്ന് ഓർത്ത് വെക്കണേ. ഞാൻ അത് അണ്ടർലൈൻ ചെയ്ത് തരാം. അണ്ടർലൈൻ ചെയ്യുന്ന ആ ലൈൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ ഇത് പഠിക്കുക മീൻസ് ജസ്റ്റ് പഠിച്ചിട്ട് ഇത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ ഒരു ലൈൻ ഇത് കമൻറ്റ് ചെയ്യുന്നവരുടെ ഞാൻ ആ ഒരു കമൻറ്റ് പിന്ന് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് എഴുതുന്നവരുടെ. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ, ഈ പേര് ഇടുക. പിന്നെ നിങ്ങൾ ഇടേണ്ടത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇതിടുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ മതി. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന, ബ്രാക്കറ്റിൽ കിടക്കുന്ന ഇട്ടാൽ മതി കേട്ടോ. അല്ലേ മറ്റേ ഇടുക. നിങ്ങൾക്ക് ഏതാ, ഒന്നെങ്കിൽ ഇതിടാം, അല്ലെങ്കിൽ ഞാൻ വേറെ കളർ വെച്ച് ചെയ്യാം, അല്ല ഇതിടുക. ഓക്കെ, അത് രണ്ടായാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ഇത് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, അത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചെയ്തവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക്സ്. കുറച്ച് ലെങ്തി ആയിരുന്നെന്നറിയാം, സോറി. അപ്പോൾ ഗൈസ്, എല്ലാവരും ഈ വീഡിയോ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3rd പാർട്ടായിരുന്നു ഇത്. അപ്പോൾ എന്താ പറയുക, വളരെ ഒരു ഹാപ്പി മൊമെൻ്റാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നുള്ള കാര്യം അറിയുമ്പോൾ. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തിടുക. പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പേര് ഞാൻ ഇനി തൊട്ട് അടുത്ത വീഡിയോയിൽ വിളിക്കാം, കമൻറ്റ് ചെയ്യുന്നവരുടെ പേര്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം വരുന്ന കമൻറ്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ പിൻ ചെയ്യാൻ പോവുകയാണ്. സോ എന്തായാലും കാണുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബൈ. പുറത്ത് നല്ല മഴയുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ
ബൈ, ടാറ്റാ, സീ യു സൂൺ.